ആ ബാബു അയ്യോ വന്നൊക്കെ ഞാൻ അറിഞ്ഞു എന്താ വിഷയം? ഒരാഴ്ചയായി വന്നിട്ട്. അത് ശരി, ആട് കണ്ടില്ലല്ലോ. നമ്മളിവിടെ ഉണ്ട്, നിങ്ങളല്ലേ പുറത്തുനിന്ന് വന്നല്ലേ. വീട്ടിൽ കയറാനേ? ഇല്ല, ഞാൻ പോയരാ. ഇല്ല, ഒന്ന് കേറി പോവാ നമുക്കൊന്ന്. ശരി, വേറെന്തൊക്കെ വിശേഷം? നാട്ടിലൊക്കെ ഉഷാറല്ലേ? ഓ നാട്ടിലെന്ത് ബുദ്ധിമുട്ട്? എന്താ സാധനം വാങ്ങാൻ വേണ്ടി പോയേ? വീട്ടിലേക്കില്ല, റോഡ് പണി ആയതുകൊണ്ടേ വണ്ടി അടച്ചു പോന്ന. എന്താ ലീവ് അങ്ങനെ? നോമ്പിന് പോവും, 2 മാസം ലീവുള്ളൂ. കിട്ടൂല. ഉണ്ടാക്കാൻ കയറി കയറി ആ ചൂടാട്ടോ. നിങ്ങളെന്താ സങ്കടപ്പെടുത്തിയിരിക്കണേ? അവനെ ഫോണ് കൈ തട്ടി വീണുപോയി. ഒന്ന് നോക്കൂ എന്താ പറ്റിയെന്ന്. ഇതിപ്പോ വർക്ക് ചെയ്യുന്നില്ല. അന്ന് എവിടെ നോക്കട്ടെ. ഇത് ഓണാകുന്നില്ല, അതാണ് പ്രശ്നം. മോള് പറഞ്ഞു മോനെ വലിയ വിലേന്റെ ഫോണാണെന്ന്. മോൻ എന്ത് കൊണ്ടുപോയി അത് വിറ്റിട്ട് നന്നാക്കിക്കോ. ഇത് നിങ്ങൾ കയ്യിൽ വെക്കിങ്ങള്. ഇത് ഫോൺ അത്ര വിലയുള്ള ഫോണൊന്നല്ല, ഇത് ഇടയ്ക്കിടയ്ക്ക് ഓഫാണതാ. ഞാൻ ഫോൺ വേറെ ബുക്ക് ചെയ്ത് നാളെ ഇവിടെ എത്തുങ്ങൾ. അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇത് ഞെറിഞ്ഞ് പൊടിച്ചാലും വിഷയമല്ല. നിങ്ങൾ സാധനം അകത്തുണ്ടാക്കി നിങ്ങള്. ഞാൻ ബേജാറായി. എന്നാല് അതൊന്നും പ്രശ്നമില്ല, അകത്തുണ്ടോ. ഒരു പ്രശ്നമില്ലല്ലേ? ഒരു വിഷയമില്ല, അകത്തുണ്ടോ. 2 ചായ എടുത്തോളൂ കേട്ടോ. അല്ല ബാബു, ഇത് ഐഫോൺ അല്ലടോ. അത് വലിയ വിലപിടിപ്പുള്ള ഫോണല്ലേ? ഫോണ് വിലയുള്ള ഫോൺ തന്നെയാണ്, പക്ഷെ അതിന് ഹാജരാക്കുന്ന കാര്യമുള്ളൂ. എന്നാലും ഇത്രയും വലിയ സാധാപൊന്നും വേണ്ട ബാബു. ഇത്രയും വിലപിടിപ്പുള്ള ഫോണല്ലേ? ഇനി മേലെ ഇത് ആവർത്തിക്കാറുണ്ടെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞൂടെ ഇതിന്റെ കാര്യം എന്താന്നുള്ളത്? സംഭവം പറഞ്ഞൊക്കെ ശരി തന്നെയാണ്. ഫോണ് വേണം, മുഞ്ഞു വാങ്ങാം. അതിനെ വെറുതെ സങ്കടപ്പെടുത്തുന്നത് ഞാൻ. ഇതൊക്കെ ഒരു കഥ കേൾക്കണേക്ക് 3 മാസം മുന്നില്ല ഒന്നിന് മനസ്സ് തട്ടൊരു വേദന ഉണ്ട്. അതൊരു പ്രായമുള്ള മനുഷ്യന്റെ കഥ. അപ്പൊ ഒരു ചെരുപ്പ് പൊട്ടിപ്പോരാ. ഞാൻ പോരും. ഞാൻ ഇവിടെ കാക്കായുണ്ട്, നോക്കാം, കൊടുത്തോ കേട്ടോ. ഇക്ക ചെരുപ്പ് തുന്നേണ്ടിന്ന് കയ്യോ? എന്തേ പറ്റിയ? ശരിയാക്കാം. വീടാടാ? ഞാന് കോഴിക്കോടാ. അല്ലക്ക നിങ്ങള് പ്രായത്തിലൊക്കെ വീട്ടിലാരും ഇല്ലേ? എല്ലാരും ഉണ്ടേനി. ഇപ്പൊ ഞാൻ ഇവിടെ പള്ളിയില് താമസിക്കുന്നു. നിങ്ങൾ പെണ്ണുങ്ങളും കുട്ടികളും ഒന്നും ഇല്ലേ? എല്ലാരും ഉണ്ടേനി മോനെ. ഞാന് പെണ്ണുങ്ങൾ മരിച്ചാൽ നമ്മളെ കഥ കഴിഞ്ഞു. നോക്കാൻ ആളില്ലാതാവുമ്പോ മക്കൾക്കും നമ്മളൊരു ബാധ്യത ആവും. ഒരുപാട് ക്ഷമിച്ച് ജീവിക്കന്നെ. അല്ല, ആളൊക്കെ ഉണ്ടായി നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നാ? ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ മോന്? കേക്കണോ? ഒരു ദിവസം എന്റെ മോന് എന്തായാലേ കുളിച്ചു മാറ്റി ഇങ്ങോട്ട് പോവാ. ഞാൻ ഇവിടെ നിൽക്കാം. എത്ര ഞാൻ പറഞ്ഞു മുന്നിൽ തന്നെ നിങ്ങൾ വലിച്ചു കൂടി ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അങ്ങനെ കണ്ടത്തിലേ കിടന്ന് ഇട്ടുവിടാല് ഡീ ഇന്ന് അടിച്ചാലേ ഒന്ന് പറഞ്ഞാൽ കേൾക്കാൻ. ആ ചെക്കന്മാരൊക്കെ അങ്ങോട്ട് വരാനുള്ള അജ് വേഗം റെഡി ആക്കിയാ. ഇന്ന് പറഞ്ഞ് മതിയായിരുന്നു. ഞാൻ പോയാലോ ചെക്കന്മാരെ കൊണ്ടുവരാണ്. എന്തേത്താണ് ഈ ഫോണ് കണ്ണ് കാണുന്നത്? നോക്കി നിങ്ങള് ഈ ഫോണോട് വെച്ച് കണ്ടില്ല? എത്ര ഫോണങ്ങൾ തട്ടിപ്പിടിക്കണേ? ഞാൻ കണ്ടില്ലേടാ, ഞാൻ അറിഞ്ഞില്ല. എന്റെ പൈസ വില വരുന്നുണ്ടെങ്കിൽ കണ്ണും കാണാതെ എങ്ങനെ ഓരോന്നും മിറ്റും കേടാക്കി വാങ്ങി കളിക്കുമ്പോ ഇത് നോക്കി ഒന്നും ഓണാണ് പോലില്ല. അപ്പൊ എന്ത് സാറില്ലാന്ന് ഒന്നും കുത്തി ഇവിടെ അലമ്പാക്കും. നീ ഫോൺ വാങ്ങി അറിയില്ല. ഞാൻ ഇവിടെ എന്നെ ഒന്ന് കുത്തിരിക്കാതെ ഏട്ടൻ എഴുതി പോയിക്കൂലാട്ട്. പെണ്ണുങ്ങൾ പോയാൽ കഴിഞ്ഞ മനുഷ്യന്റെ കഥ എന്താ ചെയ്യണം? നിറഞ്ഞൊരി കണ്ണും തോരുകില്ല, പിറന്നൊരി മണ്ണും മാറുകില്ല, നിറഞ്ഞൊരി. അതാണ് സംഗതി ഉണ്ടായത്. ലാസ്റ്റ് ഞാൻ ഇറങ്ങി പോന്ന്. ഒക്കെ ശരിയാവും. പോട്ടെ. വേണ്ട മോനെ, 20 റുപ്യ മതി. ആയിക്കോട്ടെ മോനെ. ഓ ശരി. 2 ഇറങ്ങിയ എത്ര? 80 റുപ്യ. നിങ്ങള് മൂപ്പര് കൊറേ നേരമല്ല വർത്താൻ പറഞ്ഞു. നിങ്ങൾ അറിയുന്ന ആളാ? ഞാൻ ചെരുപ്പുന്നാണ്ടി വന്നേനെ. അപ്പൊ കഥ കേട്ടപ്പോ സങ്കടമായി. കഷ്ടപ്പാടാണ്. വീട് എവിടാന്ന് അറിയാം? വീട് എവിടെന്ന് ആർക്കറിയാം? മൂപ്പര് ഇവിടെ പള്ളിയിലാ കിടക്കല്. ആണല്ലേ? ഇങ്ങനത്തെ അനുഭവം കഴിഞ്ഞ വരുത്തിലുണ്ടതിന്. അതുകൊണ്ടാണ് ഞാൻ ഉമ്മനോട് അങ്ങനെ പറഞ്ഞത്. അത് വല്ലാത്തൊരു മനസ്സ് പോകുന്നില്ല, വല്ലാത്തൊരു സങ്കടന കേസ്. അല്ല ബാബു, ഈ പറഞ്ഞ അനുഭവവും രൂപമൊക്കെ വെച്ച് നോക്കിയിട്ട് നമ്മളെ സൈഫിന്റെ വാപ്പായിട്ട് തോന്നുന്നുണ്ടല്ലോ എനിക്ക്. ഏത് സൈഫു? നമ്മളെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത്. അവന്റെ വാപ്പ ഇങ്ങനെ പോയതായിട്ടാണ് ഞാൻ അറിഞ്ഞത്.
ഈ ഏടെ വെച്ചിട്ട് ഇയാളെ കണ്ട് ഞാൻ കമ്പനിക്കാരെ വീട്ടു ചേർത്തലയിലാണുള്ളത്. എനിക്ക് ആ സ്ഥലം ഓർമ്മ ഉണ്ടല്ലോ, ഏടാ സ്ഥലം നമുക്ക് അറിയില്ലേ? ഞാൻ എന്റെ കമ്പനിക്കാരനെ സൈഫൂനെ ഓനെ നമുക്ക് കൂട്ടിയത് എനിക്ക് ഒഴിവുണ്ടാകും, ഒന്ന് പോയോ? പോയോക്കാം നമുക്ക്, പോയാ നമുക്ക്. എന്റെ അമ്മ നാടാണ് എടുത്താണ്. എവിടെ കണ്ടെന്ന് പറഞ്ഞേ? ചേർത്തല ഭാഗത്താണ്. ബാബു നമ്മളെ കമ്പനിക്കാരനാണ്. ഓങ്ങനെ പറഞ്ഞപ്പോഴാണ് ഇതിനെ പറ്റി അറിയുന്നത്. ഇതാണ് നമ്മളെ സൈഫു. വണ്ടി കയറുമ്പോ പോയോക്കാം. സൈഫോ, വാപ്പാരുമാരും എങ്ങനെ നോക്കും നമ്മള്? അതേമാതിരിയാണ് മക്കളെ നമ്മളെ നോക്കുള്ളൂ. ഞാൻ ഇപ്പനോട് അതിന് പോവേണ്ടി ഒന്നും പറഞ്ഞില്ല. ഈ വീഡിയോ വലിച്ച് ഞാൻ കുറച്ച് മതിയായിക്കണേ. എത്ര പറഞ്ഞാലും അത് നിർത്തും ചെയ്യില്ല. അതിന് വേണ്ടി ഒന്ന് ചൂടായതാണ്. അത് ഞാൻ ചൂടാകാൻ വെച്ചാൽ മനസ്സിലിട്ട് ചൂടാകുന്നല്ല, നിർത്താൻ വേണ്ടി പറഞ്ഞതാണ്. അത് ഞാനൊന്ന് പുറത്തു പോയി വന്നപ്പോഴേ ഒപ്പം പോവുകയും ചെയ്തത്. ഞാൻ എത്രയോ നമ്മൾ അതിനെ പറ്റി നോക്കി അന്വേഷിച്ച് വാട്സപ്പ് കൂടി അല്ലാതെ ഒക്കെ നമ്മൾ നോക്കിയിട്ടും ഒന്നും വിവരം കിട്ടായിട്ടാണ് അങ്ങനെ ആയിപ്പോയത്. അല്ലാതെ തെരയായിട്ടും അങ്ങനെ ഒന്നും അല്ല. സൈഫോ, സംഭവിക്കാനുള്ളൊക്കെ സംഭവിച്ചു കഴിഞ്ഞ് ഇനി അതിനെ പറ്റി ഒന്നും നോക്കിയിട്ടോ വിഷമിച്ചിട്ടോ കാര്യമില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ഉപ്പനെയും കൊണ്ട് ഇവിടുന്ന് പോവാം. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് ഇവിടുന്ന് കൊണ്ടുപോയേ പറ്റും. ഇവിടെ ഇടാൻ തോന്നുന്നത് ഈ ഏരിയയില? ഈ ഏരിയ തോന്നുന്നു. ചേട്ടാ ഇവിടെ തന്നെയാണ്. കാക്കാ, ഇന്നത് കാക്കായിൽ തന്നെയോ ഒരു പ്രായമല്ലേ? അപ്പോ ഇവിടെ ഇല്ലല്ലോ. നിങ്ങളല്ലേ നമ്മള് ഒന്നിഞ്ഞ്? അതെ. അയാൾ കുറച്ചു ദിവസം മുന്നേ മരിച്ചു. ഒരാഴ്ചയായി മരിച്ചിട്ട് 2 ദിവസം ഇവിടെ കാത്ത് ആരും കാണായിട്ട് പിന്നെ ഇവിടുന്ന് പള്ളിയിൽ നമ്മൾ മറയത്. എന്താ അത്? മോനാണ്. അല്ല, മോനാണ്. സൈഫു എന്ന് പറഞ്ഞാല് എന്നാലേ മോനെ ഏൽപ്പിക്കാൻ ഒരു സാധനം ഉണ്ട്, അടയ്ക്ക. ഇത് നിങ്ങള് മോനക്ക് കൊടുത്താള്. മൂപ്പര് വെള്ളറക്കാതെ പണിയെടുത്തുകൊണ്ട് മക്കൾ ഏതെങ്കിലും കാലത്ത് വരും എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയ പൈസയാണത്. സൈഫോ, ഏൽപ്പിച്ചാണല്ലോ ഇത്. നിങ്ങൾ ഇവിടുത്തെ പള്ളി കമ്മിറ്റിനെ ഏൽപ്പിച്ചോളി. ഇപ്പൻ എന്താ ഇവിടെ വേണ്ടെന്ന് നോക്കി ചെയ്യാം. അവർ സ്ഥലത്ത് പോയിട്ട് ഇപ്പനെ ഒന്ന് കാണണം, അത് വരണം. നമ്മൊന്ന് ഇപ്പനെ കണ്ടിട്ട് പോവാം. പള്ളിപ്പറമ്പ് ഞാൻ കാണിച്ചു തരാം. നിങ്ങളൊന്ന് പോയി